നമസ്കാരം. രാധി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ യാത്രയിലല്ല, നമ്മുടെ കൃഷിയിടത്തിലാണ്. ഇപ്പോൾ കൃഷി നേരത്തെ ഉണ്ടായിരുന്ന പയറൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. പയറിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അവിടെയായിരുന്നു പയറിട്ടിരുന്നത്. അത് കഴിഞ്ഞ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കാതെ വന്നപ്പോഴത്തേക്ക് അത് ഒന്ന് ചാഞ്ഞു. ഇപ്പം നമ്മൾ അതിനകത്ത് പയറെടുക്കുന്നില്ല. അതിനി വെട്ടി അത് കളയണം, അത് വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് ഇനി അവിടെ പാവലിടാമെന്നൊരു പ്ലാനില്ല. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് അടുത്തത് പയറൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. കച്ചവടമൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇവിടെ അന്ന് കപ്പയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കപ്പ ഒരുപാട് ഇട്ടിരുന്നു. നമ്മൾ കപ്പയെല്ലാം പറിച്ചു. ഏതാണ്ട് ഒരു മാസം നമുക്ക് വിൽക്കാനുള്ള ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ട് നടന്നു. ഇവിടുത്തെ കപ്പയുടെ പരിപാടി തീർന്നു. ഇനി അവിടെ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു 7 മാസം കഴിഞ്ഞിട്ടേ പറിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു പ്ലോട്ട് ഇതിൻ്റെ മേളിൽ വേറെ കിടപ്പുണ്ട്. ഒരു 60 സെൻറ്റ് വേറെ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. അതൊരു 2 ആഴ്ചത്തെ കഴിഞ്ഞാൽ അവിടുത്തെ കപ്പയും പറിക്കാൻ തുടങ്ങും. അപ്പം അത് ഇവിടുന്ന് കുറച്ച് മാറിയാണ്, നമ്മളത് കാണിച്ചിട്ടില്ല. വേറൊരു ദിവസം കാണിക്കാം. ഇവിടുന്ന് ശകലം നടന്നു പോകണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കപ്പ പറിച്ച സ്ഥലത്ത് നമ്മളിങ്ങ് പയറിടുക. പയറിങ്ങനെ ഇട്ടു. പയറിട്ട് ഇപ്പം ഒരാഴ്ചയായി. അവനിങ്ങനെ വള്ളി വീശി തുടങ്ങുകയാണ്. നടുക്കൂടി ഇങ്ങനെ വെണ്ടയിട്ട് പോയിരിക്കുക. ഇത് സ്ഥിരമായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഈ വെണ്ട നമ്മൾ പറിച്ച് നടും. തൽക്കാലം അവിടെ ഇട്ടതാണ്. നടുഭാഗത്ത് ചീര ഇടാമെന്നൊക്കെ ഉള്ളതാണ് പ്ലാൻ. അങ്ങനെ ഇതിങ്ങനെ 3 കണ്ടത്തിലായിട്ട് നോക്കിക്കും. അങ്ങോട്ട് 3 കണ്ടത്തിലായിട്ട് നമ്മൾ പയറിടുക. പയറും ഇടയ്ക്കെല്ലാം ചീരയായിട്ട് അങ്ങനെ ഇടുക. അതിൻ്റെ അപ്പുറത്ത് ഈ വെണ്ട പറിച്ച് അവിടെ നടണം. 4ാമത്തെ കണ്ടം തൊട്ട് അവിടെ വെണ്ട. നമ്മൾ നേരത്തെ അവിടെ കോവലായിട്ടേ. കോവൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കായിരുന്നു. ഞാൻ പിന്നെ അത് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെയും വെട്ടി ഒന്ന് കവാത്തി ചെയ്തിട്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇവിടെയെല്ലാം ഇങ്ങനെ കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അത് വേര് മുളച്ച് കഴിയുമ്പം വേര് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പതുക്കെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, നമ്മൾ ആ കോവൽ വെട്ടിയെടുത്തൊക്കെ ഇപ്പോൾ പുല്ല് കിളത്തിട്ടുണ്ട്, അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് കോവൽ നടാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു സെറ്റ് കോവലുണ്ട്, അവിടെ ഒരു സെറ്റ് കോവൽ ഇങ്ങനെ വേര് മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത. ഇതിനകത്തെല്ലാം ചീരയുണ്ട് കേട്ടോ. ചീര നമ്മളിട്ട് കുഞ്ഞായിട്ട് ചീര കിളുത്ത് വരുന്നുണ്ട്. പയറിന് ഞാനിങ്ങനെ 3 കമ്പ് കുത്തി ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അത് ഇതിനകത്തോട്ട് പട്ടി ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പട്ടി വന്ന് ഇതിനകം ഈ ചുവടൊക്കെ ഇങ്ങനെ മാന്തും. അത് കാരണം ഞാൻ അവിടെ പട്ടി കയറുകയല്ലാത്ത വിധത്തിൽ അവിടെ ഒരു ചെറിയ വള്ളിയൊക്കെ കെട്ടി. അപ്പോൾ അവർക്കൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. അപ്പം പട്ടിക്ക് ഇനി അങ്ങോട്ട് കയറത്തില്ല. അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ പയർ വള്ളി വീശുന്ന സമയത്തെ വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കമ്പയിലോട്ട് നമുക്കിങ്ങനെ കെട്ടി നിർത്താം. അതിങ്ങനെ കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പന്തലിലോട്ട് കയറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പന്തലിൽ ഞാനിങ്ങനെ കമ്പൊക്കെ നാട്ടിയിട്ടുണ്ട്, കുറച്ച് മുളയൊക്കെ നാട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് സെറ്റാക്കണം. അതങ്ങോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഭാവിയുടെ കാല് കഴിഞ്ഞ ദിവസം ഒന്ന് മടിഞ്ഞായിരുന്നു. കാരണം നടക്കാനൊരു ചെറിയ മടിയുണ്ട്. ആ മടി കൊല്ലുകൊണ്ടത് ഇപ്പോൾ അപ്പൂസിൻ്റെ വേതാളമാണ്. നമ്മൾ കോവലിട്ടിരുന്ന സ്ഥലമാണ് ആ കാണുന്നത്. കണ്ടോ? അവിടെയാണ് ഈ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കോവലിട്ടിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് ചെത്തിയിട്ട് അത് തെളിച്ചെടുത്തത്. അതിനപ്പുറത്തോട്ട് കാണുന്ന ആ പച്ചച്ച് കിടക്കുന്ന സ്ഥലവും കോവലിട്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഇപ്പം നല്ല പുല്ല് കെട്ടിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് അവിടെ പുല്ലായി. ഇനി ആ പുല്ലെല്ലാം വെട്ടണം. പിന്നെ ഈ പ്രാവശ്യത്തിൽ ടാർജറ്റാണ് ദേ നിൽക്കുന്ന മരം. ഇതൊരു വട്ടയാണ്. വട്ടയിൽ ഈ കാട്ട് പയർ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കയറിയിരിക്കുക. അപ്പോൾ ആ വട്ടം മറിക്കണം. വട്ടം മറിച്ചില്ലേ കോവലിന് ഭയങ്കര തണലായിപ്പോവും. അപ്പോൾ വട്ടം മറിക്കണം. എന്നിട്ട് ഇവിടെയും കൂടെ കോവൽ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ച. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേണ്ട 25 മൂട് കോവലായിട്ട് നമ്മൾ ആ പരിപാടി ഈ പ്രാവശ്യം ഒന്ന് തിരുത്തുവാണ്. ഇനി നമ്മൾ ഈ പ്രാവശ്യം ഒരു 100 മൂട് കോവൽ വെക്കണമെന്ന് ആഗ്രഹിച്ചാണ്. ഇത് കണ്ടോ, കോവൽ ഇങ്ങനെ മുളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് മുളച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടന്നുള്ളൂ. മുളയ്ക്കുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങോട്ട് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുഞ്ഞായിട്ട് ഈ ചീരയുടെ അരി വിതറിയായിരുന്നു. അപ്പോൾ ചീര ഇതിനകത്ത് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ക്യാമറയ്ക്ക് കിട്ടാൻ പാടായിരിക്കും. കുഞ്ഞായിട്ട് കിളുത്ത് വരുന്നുണ്ട്. ഭാവിക്ക് കാല് ഇവിടെയൊക്കെ നമ്മൾ കപ്പ ഇട്ടിരുന്നതാണ്. ഇപ്രാവശ്യം നമ്മളിവിടെ വെണ്ട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ബെഡ് ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങോട്ട് വേണം
ഈ പ്രാവശ്യം വേണ്ട. അവിടെ നിന്ന് കിളുത്ത് വരുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് പറിച്ച് നടാം. പറിച്ചിടുമ്പോഴത്തേക്ക് നമ്മളിവിടെ വെണ്ടയിടും അല്ലേ ഭാവി? ഇവിടെ നേരത്തെ കപ്പ ഇട്ടതിൻ്റെ കപ്പത്തണ്ട് ഞാൻ കുറേയൊക്കെ എടുത്ത് മാറ്റി, നല്ലതെല്ലാം എടുത്ത് മാറ്റി വെച്ചു കപ്പ ഇടാൻ വേണ്ടി. ഇതിന് മേളുവശത്തൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കുറച്ച് കപ്പ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് കപ്പത്തടി കുറേ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ വേണ്ടാത്ത വേസ്റ്റായിട്ട് കിടക്കുന്ന കപ്പത്തണ്ടിൻ്റെ കണ്ണ് ഇങ്ങനെ ചെത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പിന്നെ ഇത് മുളയ്ക്കാതെ ഈ സാധനം ഉപയോഗിച്ച് വേണം നമുക്കിനി പയറിൻ്റെ ചുവട്ടിൽ താങ്ങ് കൊടുക്കാനായിട്ട്. പയറിന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടം കൂടെ നമ്മൾ താങ്ങ് കൊടുത്തു, ഇനി അപ്പുറത്തൊരു കണ്ടമുണ്ട്, അവിടെയും കൂടെ നമ്മൾ താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ രാഹുൽ വന്ന് വൈകിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട്. നമുക്കൊരു ചെറിയൊരു ബാൻഡുണ്ടല്ലോ, ബാൻഡിലെ വയലിനിസ്റ്റാണ് രാഹുലേ പണിയില്ല. അപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു ഫ്യൂഷൻ റെക്കോർഡിങ് ഇന്ന് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ്. അതിനുവേണ്ടി രാഹുലിനെ ഞാൻ വിളിച്ച് വരുത്തിയതാണ്. നമ്മളിതിന് തൊട്ട് മുമ്പ് ഒരു ഫ്യൂഷൻ ഇട്ടിട്ടുണ്ട്, അത് കയറി കണ്ടിട്ടില്ലേ കയറി കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെറിയൊരു പരിപാടി. നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ മ്യൂസിക്കാണ്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നു നിന്നാലേ ചില പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടെ ശകലം തുറന്നു വിടുക, വെള്ളം തീരെ കുറവായിരുന്ന സമയത്ത് അടച്ചതാണ്. അപ്പം അത് പിന്നെ പുല്ല് കയറി കിടക്കും. ഇപ്പം മഴ പെയ്തപ്പം നല്ലവണ്ണം വെള്ളമായി. ഇനി നമുക്ക് തുറന്നു വിടാം. കുത്തി തുറക്കുന്നില്ല, ശക്കലം തുറന്ന വെള്ളത്തിൻ്റെ വലിയ ശല്യം ഉണ്ടാകുകയില്ല. അതാ ഇവിടെ ഒരാളുകൾ പണിക്കാരനല്ലേ? ഈ പയർ വള്ളി വീശുമ്പോഴേ വിത്തലോട്ട് വള്ളി കെട്ടി വള്ളി ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ വിത്തൽ നേരെ പന്തലയിലോട്ട് കൊടുത്തു വിടുക. പിന്നെ പന്തലയിൽ കയറുന്നത് വരെ ഇതിനകത്തോട്ട് വല്ലോ ചെറിയ പട്ടിയൊക്കെ കയറിയാലേ അതുങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഞണ്ടുണ്ട്, ഞണ്ടിനെ പിടിക്കാനൊക്കെ ആയിട്ട് വരും. ഇവിടെ ചെറിയ പൊത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഇവിടുന്ന് മാന്തും. അങ്ങനെ ഇതിനകത്ത് കയറി മാന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു ചെറിയ തടസ്സം, ചെറിയ ഡിസ്റ്റർബൻസ് മതി, അമ്മ ഇട്ടേച്ച് പൊക്കോളും. ഈ പയറിൻ്റെ വള്ളി വിത്താൻ കെട്ടിക്കൊടുക്കും, പിന്നെ അവർ കയറി പൊക്കോളും. ഇവിടെ നേരത്തെ പയർ അത് മുഴുവൻ നമ്മൾ ഉപേക്ഷിച്ച നിലയിലായിരുന്നുകൊണ്ട് അത് കാറ്റത്തും മഴയത്തും ഒക്കെ അത് ചാഞ്ഞ് ഇടയ്ക്കുള്ള ചെറിയ കാനയിലേക്കൊക്കെ വീണ് കാനയിലെ പുല്ലും എല്ലാം കയറി ഇങ്ങനെ കിടക്കുക. ഇനി ഇത് മുഴുവൻ ചെത്തണം, ഇത് മുഴുവൻ ചെത്തിക്കളയണം. എന്നിട്ട് ഇവിടെ ഇനി പയറിടുന്നില്ല, ഇനി പാവലിടാമെന്നോർത്താണ്.
കഴിഞ്ഞ 2 ട്രിപ്പ് നമ്മളിവിടെ പയർ തന്നെ ഇട്ട്. ഇനിയിപ്പം അവിടെ ഇനി പയർ മാറ്റി പാവലാക്കുക. താൻ ചാടുന്നുണ്ട്. അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. അപ്പോൾ തൽക്കാലം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാം. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ കുളമുണ്ട്. മുമ്പ് അപ്പൂസ് ഇറങ്ങിയ കുളം ഇവിടെയാണ്. അതല്ലാതെ അപ്പുറത്തൊരു കുളമുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഒന്ന് കയ്യും ഒക്കെ കഴുകിയിട്ട് പതുക്കെ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. കാണിക്കാം, കുളം കാണിക്കാം. ഇപ്പം ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ കവിഞ്ഞൊഴുകുക. ഇങ്ങനെ കവിഞ്ഞൊഴുകുക. തെളിഞ്ഞ വെള്ളം കേട്ടോ. നല്ലൊരു മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ നിർത്തുക. എന്നാ ഭാവി? വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ടേ ഇവിടെ വന്ന് ഇങ്ങനെ മുങ്ങി കുളിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. പകല് ഭയങ്കര വെയിലായിരിക്കും മിക്കവാറും ദിവസം. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറുമ്പോഴും ചുമ്മാ എടുത്തുന്ന മുങ്ങി. അതിന് എനർജി കേട്ടോ. നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ഭയങ്കര സുഖം. പിന്നെ അത് പണി കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് ഒന്ന് കയറുമ്പോൾ ഉഷാറാണ്. അപ്പൂസ് നമ്മുടെ രാഹുലിൻ്റെ കൂട്ടത്തിൽ വീട്ടിലോട്ടങ്ങ് പോയി. രാഹുലിൻ്റെ വയലിനുണ്ടായിരുന്നുകൊണ്ട് വയലിൻ മഴ പെയ്യുന്ന നനയും. അതുകൊണ്ട് അപ്പൂസ് രാഹുലിൻ്റെ കൂട്ടത്തിൽ വിട്ടങ്ങ് പോയി. അപ്പൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തൊന്ന് കയറത്തില്ല. അതിനകത്ത് തന്നെ നടന്ന് കറങ്ങുമില്ല. വാ ബാക്കി വാ.